ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് നെയ്ച്ചോറാണ്. അപ്പോൾ ദേ നെയ്ച്ചോറിനുള്ള അരിയാണിത്. അപ്പോൾ നമുക്ക് നെയ്ച്ചോറുണ്ടാക്കാം. അപ്പോൾ നമ്മൾ അരി കഴുകാൻ പോവാട്ടോ. ഇത്തിരി വലിയ റൈസാണ്, ഒന്നും കുഴപ്പമില്ല. അപ്പോൾ അരി കഴുകണമാണ്. അപ്പോൾ നമ്മൾ അരിയൊക്കെ കഴുകി ഓട്ടപാത്രത്തിൽ വെച്ചേക്കണം കേട്ടോ. ഇത്തിരി വലിയ റൈസാണ്. ബ്ലിങ്കിറ്റിൽ നിന്ന് ഓർഡർ ചെയ്തപ്പോൾ ജീരകശാല അരിയാണ് ശരിക്കും നെയ്ച്ചോറിന് ടേസ്റ്റ്. പിന്നെ ഇത് കിട്ടി, അതുകൊണ്ട് കുഴപ്പമില്ല, ഇത് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അരിക്ക് നമുക്ക് കത്തിച്ച് കൊടുക്കാം. ഇനി വെള്ളം ചൂടായി വരുമ്പോൾ നമുക്ക് അരി ഇടാം. അപ്പോൾ ഗായ്സ് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഉള്ളി വെച്ചിട്ട് ബാക്കിയത്തെ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കണേ കേട്ടോ. സവാള വഴറ്റണം. നെയ്ച്ചോറിന് നെയ്യ് വേണമല്ലോ, കട്ട പിടിച്ചിരിക്കണം അതിൻ്റെ അകത്ത്. അപ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് ബ്രൗൺ കളറാണ് വരെ വഴറ്റാൻ പോവാം. കിടന്നങ്ങോട്ട് ബ്രൗൺ കളറാകട്ടെ. റോഡ്ബിൻകുട്ടൻ്റെ മുന്തിരി മേടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. കശുവണ്ടിയും മുന്തിരിയും മേടിക്കണം. അരി ഇവിടെ വെട്ടി തിളക്കണ്ടോ. സവാള ഒരുവിധമൊക്കെ വഴണ്ടി വരുന്നുണ്ട്. അപ്പോൾ മുന്തിരി ഇതെല്ലാം സവാളയൊക്കെ വഴറ്റി വെച്ചു, നെയ്യിൽ ചൂടാക്കി വെച്ചു. ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതേ നെയ്യ് ഒഴിച്ചിട്ടേ നമുക്ക് ഗ്രാമ്പും പട്ടയൊക്കെ ഇടാം. അപ്പോൾ എല്ലാം ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ കുറച്ച് കയ്യിലെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്യണം. അപ്പോൾ ഗോഡ്ബിൻകുട്ടൻ അത് മിക്സ് ചെയ്യാൻ പോവാണേ. അപ്പോൾ ഗോഡ്ബിൻകുട്ടൻ മിക്സ് ചെയ്യണേ കേട്ടോ. എൻ്റെ പുത്രനിരുന്ന് മിക്സ് ചെയ്യണേ. എൻ്റെ അമ്മോ മുഖമൊക്കെ നോക്കിക്കേ. മിക്സ് ചെയ്യണ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കൊടുത്തതാണേ. നോക്കി ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനതാണ് ഗ്യാസിൽ നിന്ന് എടുത്ത് താഴ്ത്ത് വെച്ചോ. വലിയ ചൂടൊന്നുമില്ല, ചോറിന് മാത്രമേ ഉള്ളൂ ചൂട്. ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുന്തിരിയും കശുവണ്ടിയും സവാളയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത് മിക്സ് ചെയ്യണേണ്. അപ്പം നമുക്കിത് ഇത്തിരി നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെക്കണം. എന്നിട്ട് കഴിക്കാറാകുമ്പോൾ നമുക്ക് എടുക്കാം. നെയ്യ് അങ്ങനെ ഇരുന്നോട്ടെ. അപ്പോൾ നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്യാരറ്റും കുക്കുമ്പറും സവാളയും തൈരും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ടുള്ള നല്ല സാലഡ്, അടിപൊളി സാലഡാണ് ഇത് കണ്ടോ. അപ്പോൾ ഗോഡ്ബിൻകുട്ടന് ചോറെടുക്കണം കേട്ടോ. ചോറല്ല, നെയ്ച്ചോറ്. നെയ്ച്ചോറ്. ചോറെടുത്തു. ബീഫ് കറി. നെയ്ച്ചോറും ബീഫുമാണ്. എൻ്റെ മോനെ സീൻ. പിന്നെ നമുക്ക് ഇച്ചിരി അച്ചാർ ഇട്ട് കൊടുക്കാം. പിന്നെ സാലഡ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗോഡ്ബിൻകുട്ടന് ഫുഡ് എന്നാ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.